ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പുട്ടും കടലയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ദേ മക്കളെ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് മോളെ ബസ് സ്റ്റോപ്പിലോട്ടൊന്ന് വിട്ടിട്ടാണ് മോൻ പോണത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണാൻ വരുന്ന കൂട്ടുകാരൊക്കെയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണേ. കൂടെ നമുക്കൊരു ലൈക്കും കൂടെ തന്നേക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അനുക്കുട്ടിക്കും എനിക്കും കൂടെ ഞാൻ അടയുണ്ടാക്കിയണേ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് ഇവിടെ അട കൂടുതലിഷ്ടം. അപ്പോൾ ഞങ്ങൾ അവരെ വിട്ട് കഴിഞ്ഞിട്ട് സാവധാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് മൈദ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, മൈദാപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശർക്കരയും തേങ്ങയും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇച്ചിരി ജീരകപ്പൊടിയും ഏലക്കയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇലയിലിങ്ങനെ പരത്തിയിട്ട് നമ്മൾ ആ കുഴച്ച് വെച്ച ശർക്കരയും തേങ്ങയും ഒക്കെ കൂടെ ഇങ്ങനെ നടുക്ക് വെച്ച് കൊടുക്കും. എന്നിട്ടത് മടക്കി ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് അട വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിതിനു മുമ്പ് അട വറുത്തത് കാണിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ പുട്ട് കഴിക്കാൻ വലിയ മൂഡില്ലായിരുന്നേ, അതുകൊണ്ടാണ് പിന്നെ അട വറുക്കാമെന്ന് വിചാരിച്ചത്. സൂപ്പർ മാർക്കറ്റിൽ സാധനമൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ ഈ ശർക്കരയും അതുപോലെ മൈദയൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചേക്കാം. എപ്പോഴാണ് അട ഉണ്ടാക്കാൻ തോന്നുന്നതെന്ന് വെച്ചാൽ കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തി അതുപോലെ മടക്കി എടുത്തിട്ട് ഒരു അടപ്പ് പാത്രത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് തിരിച്ചും മറിച്ചും വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണേ. ഇതൊരു ഉരുളിയുടെ അടപ്പ് പാത്രമാണ്. ഇത് ഞാൻ ഇതിനായിട്ട് മാത്രം വെച്ചിട്ടാണ് ഞാൻ അട വറുക്കുന്നത്, അല്ലെങ്കിൽ ശർക്കരയൊക്കെ ഉരുകി പിടിക്കും. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ അതിന് ശേഷം പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കറി എന്തെങ്കിലും ഉണ്ടാക്കണം. മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അനുക്കുട്ടി ഇവിടെ ഒരു രസം ഉണ്ടാക്കാനൊക്കെ പോവുകയാണ്, രസം കാച്ചാൻ പോവുകയാണ്. അപ്പോൾ അനുക്കുട്ടിയുടെ മാത്രം ഒരു സ്പെഷ്യൽ രസമാണ്, നല്ല ടേസ്റ്റാണ്. ഇതിന് മുൻപ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചായി രസം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് കറി എന്തുണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അന്നേ രസം കാച്ചിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻ കറി കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് മീൻ മേടിക്കാതിരുന്നത്. അതാണ് ആ ചട്ടിയിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച്. തോരനാകുമ്പോൾ ചീരത്തോരൻ പോലെ ഇരിക്കുമല്ലോ ബീട്രൂട്ട് തോരൻ വെച്ചത്. മെഴുക്ക് പുരട്ടി ഇവിടെ ആർക്കും അത്രയ്ക്ക് താല്പര്യമില്ല. അപ്പോൾ പാചകത്തിനിടയ്ക്ക് എന്തൊക്കെയോ കൗണ്ടർ പറയുന്നുണ്ട്, അതനുസരിച്ച് ചിരിക്കുന്നുമുണ്ട്. അപ്പോൾ അനുക്കുട്ടിയുടെ പാചകം കാണട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ക്യാമറ വെച്ചത് കേട്ടോ. അപ്പോൾ മോളിത് കണ്ടേച്ച് എന്നോട് ചോദിച്ചത് എന്താണ് അമ്മ ഇങ്ങനെ ക്യാമറ വെച്ചിരിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ പാചകവും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില വീഡിയോസിലൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, വീഡിയോ എടുക്കുമ്പോൾ തന്നെ അവർ വോയിസ് ഓവർ അപ്പം തന്നെ കൊടുത്ത് വീഡിയോ ഇടാറുണ്ട്. പക്ഷേ എനിക്കത് പറ്റത്തില്ല. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഈ പുറത്തുനിന്നുള്ള ശബ്ദങ്ങളൊക്കെ കയറി വരും. അപ്പോൾ നമുക്ക് അപ്പം തന്നെ ശബ്ദം കൊടുത്താൽ പറ്റത്തില്ല. അപ്പം നമ്മളത് ഓഫ് ചെയ്തിട്ടാണ് വേറെ വോയിസ് ഓവർ കൊടുത്തിട്ട് നമ്മളിടുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിലേ താമസമൊക്കെ വരും. അപ്പോൾ അതേ അനുക്കുട്ടിയുടെ രസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മോര് കാച്ചി തിരിപ്പുണ്ട്. അപ്പോൾ രസമുണ്ട്, ബീട്രൂട്ട് തോരഞ്ഞു. അപ്പോൾ ബാക്കി കറി ഉച്ചയ്ക്ക് ഇപ്പോൾ വെച്ചിട്ട് ബാക്കി കറി ഉണ്ടെങ്കിൽ നമ്മൾ രാത്രിയത്തേക്ക് ചോറാണെന്നുണ്ടെങ്കിൽ ചോറിന് ആ കറി എടുക്കും. ഇനി അതല്ല ആർക്കെങ്കിലും കഞ്ഞി കുടിക്കാനാണ് താല്പര്യമെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു ചെറുപയർ മെഴുക്ക് പുരട്ടിയോ തോരനോ എന്തെങ്കിലും അന്നേരം തന്നെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ദേ അനുക്കുട്ടിയുടെ രസം കാച്ചതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ദേ കണ്ട അനുക്കുട്ടി ഉണ്ടാക്കിയ രസമാണ്. അപ്പോൾ ഇനി നമുക്ക് ബീട്രൂട്ട് തോരനുണ്ടാക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അരിഞ്ഞെന്ന് വെച്ചാൽ ഞാൻ കൊത്തിയാണ് അരിഞ്ഞത് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനാവശ്യമുള്ള അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അടച്ചു വയ്ക്കുക, സിമ്മിലിട്ട് വയ്ക്കുക. അപ്പോൾ അത് ആവി കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അരപ്പും കൂടെ തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. തേങ്ങാക്കൂട്ട്, അതായത് തേങ്ങയുടെ കൂടെ മഞ്ഞൾപ്പൊടിയും 2 ചെറിയ ഉള്ളി, അല്പം നമ്മുടെ ചെറിയ ജീരകയില്ലേ അത്, 2 പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം ചതച്ചെടുക്കാനായിട്ട്.
അപ്പോൾ അടുക്കളയിലെ പണിക്കിടയിൽ ഇപ്പം നമ്മൾ പുറത്തിപ്പം തുണികളൊക്കെ കഴുകി വെച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ വിരിക്കാനൊക്കെ പോകും. നമുക്ക് വേറെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേ തേങ്ങ ചതച്ചെടുത്ത് അത് നമ്മൾ ആ ബീട്രൂട്ടിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനിവിടെ റെഡിയാണേ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഇടാത്തത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മോര് കാച്ചി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ മോര് കാച്ചിയതും കൂടെ ചോറ് കഴിക്കാനായിട്ട് ഞങ്ങൾ പാത്രത്തിലേക്കൊക്കെ എടുക്കുകയാണേ. അപ്പോൾ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റ് വരെ പോകണേ. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മോൾ ഇന്ന് ക്ലാസ്സില്ലാഞ്ഞുകൊണ്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനും മോളും കൂടിയാണ് സൂപ്പർ മാർക്കറ്റിൽ പോയത് ഊണൊക്കെ കഴിച്ചിട്ടേ. അപ്പോൾ അതേ ഞങ്ങൾ ആദ്യം തന്നെ ചെന്നിട്ട് പച്ചക്കറികളാണ് എടുത്തത്. പച്ചക്കറികളൊന്നും നമുക്ക് ഇവിടെ ഇരിപ്പില്ലായിരുന്നു, എല്ലാം തീർന്നിരിക്കുകയായിരുന്നു. പച്ചമുളകും ക്യാരറ്റും പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. വഴുതനങ്ങയും ചേന, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി വെച്ചിട്ട് പിന്നെ നമ്മൾ അകത്ത് വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങി വെച്ചിട്ട് പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. അപ്പോൾ നമ്മളെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം ഓട്ടോക്കാരൻ തന്നെ വണ്ടിയിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണേ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ വന്നതുകൊണ്ട് ഭാഗ്യമായി. കാര്യം വെച്ചാൽ ഉച്ച സമയത്തൊക്കെയെന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റിൽ അധികം തിരക്കുണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പോകുന്നതാണ് സാധനമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇനി ഓണമല്ലേ, അപ്പോൾ ഓണത്തിനും കൂടെ കണക്കാക്കിയാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവലാണ് ഇരുന്നത്. അപ്പം വാങ്ങിക്കൊണ്ടുവന്ന അവൽ ഞാൻ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചായയുടെ കൂടെ അവലാണ് കഴിച്ചത്. പിന്നെ നമുക്ക് വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ കഞ്ഞി വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കുഴ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പം വൻപയറും കടലയും പിന്നെ കപ്പയും ഇരിപ്പുണ്ട്. കപ്പയൊക്കെ കൂടെ ഇട്ടിട്ട് നമുക്കൊരു കുഴ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കപ്പ ഇത് ഹനിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയാണേ. അപ്പോൾ നമ്മളൊന്ന് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം കയ്പില്ലാത്ത കപ്പയാണ്, എന്നാലും കുറച്ച് വേകാനുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് സമയം കിടക്കണം വേകണമെങ്കിൽ. അതുകൊണ്ട് ഞാൻ കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഒരു 3-4 വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കടലയും ചേമ്പും വൻപയറും ഒക്കെ ചേർത്തിട്ട് കുഴ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് പുറത്തെന്ന് വെച്ചാൽ നമ്മുടെ വീടിന് പുറത്ത് കുറച്ച് നേരം പോയി ഇരിക്കാമെന്ന് വെച്ചാൽ ജോലിയൊക്കെ കഴിഞ്ഞപ്പം പുറത്ത് പോയി ഞങ്ങൾ അങ്ങനെ അവരെ എന്നൊക്കെ നോക്കി. നമ്മുടെ ആ ചാമ്പമരത്തെ പുഴു വന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ ഒരുപാട് ഇങ്ങനെ സ്പ്രേ അടിച്ചുകൊണ്ട് കിടപ്പുണ്ടായിരുന്നു, ഓരോന്ന് വീണുകൊണ്ടിരിക്കണം. അപ്പോൾ അതെല്ലാം അടിച്ച് വാരി കളയുന്നുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം സമയമായപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തേ, നല്ല മഴക്കാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.